ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇഡി ഇസിഐആറിന് അനുമതി. ഈ ആഴ്ച ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യും. ഇസിഐആർ രജിസ്റ്റർ ചെയ്ത് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ യൂണിറ്റിന് അന്വേഷണ ചുമതല കൈമാറാനാണ് ഇഡി ഡയറക്ടറുടെ നിർദ്ദേശം. കേസിൽ കൂടുതലായി ശേഖരിച്ച രേഖകളുടെ പരിശോധന കൂടി പൂർത്തിയാക്കിയാണ് കേസ് എടുക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഒടുവിൽ ഇസിഐആറിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഏറെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് ആരംഭിക്കാൻ തന്നെ ഇഡിക്ക് കഴിഞ്ഞത്. നേരത്തെ വഞ്ചൂർ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്, അല്ലെങ്കിൽ നേരത്തെ തള്ളുകയും പിന്നീട് ഹൈക്കോടതിയിലടക്കം ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയുടെ രേഖകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട FIRകൾ, മൊഴിപ്പകർപ്പുകൾ എല്ലാം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അടക്കം സമീപിക്കുകയും പിന്നീട് അതിന് ശേഷമാണ് നിരവധി തവണ ഈ ആവശ്യം തള്ളുകയും അതിനുശേഷമാണ് ഇപ്പോൾ കേസിൻ്റെ രേഖകൾ കൈമാറാൻ തന്നെ തയ്യാറായിരുന്നത്. പിന്നീട് ഇപ്പോൾ ED ഇന്റലിജൻസ് ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നു. ECIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ഇപ്പോഴത് കേസ് എടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് എടുക്കും. പ്രധാനമായും ഈ മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും, ലഭിച്ചിരിക്കുന്ന മൊഴികളുടെയും അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രാഥമികഘട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒപ്പം തന്നെ ED SIT സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അറസ്റ്റുകൾ, ആ അറസ്റ്റുകൾ തന്നെ EDയും രേഖപ്പെടുത്തും. അങ്ങനെ രണ്ടിടങ്ങളിലായിട്ടുള്ള ഒരു അറസ്റ്റുകളും നടക്കും എന്നുള്ളതാണ്. അത് കൂടുതൽ ഈ പ്രതികളായിട്ടുള്ളവർക്ക്, അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് കൂടുതൽ സങ്കീർണ ഇതോടുകൂടി കൈവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അനധികൃത സ്വത്ത്, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ കൂടുതൽ പേരുടെ പങ്കാളിത്തം എന്നിവയിലാണ് EDയുടെ ഒരു പ്രധാനമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മറിച്ച് ഈ അന്വേഷണ സംഘം രൂപീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഈ അന്വേഷണ സംഘത്തെ തിരഞ്ഞെടുക്കുന്നത് EDയുടെ കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടർ ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഡീഷണൽ ഡയറക്ടർ തന്നെ ഈ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ചെയ്യും. അന്വേഷണ സംഘം EDയിലെ ഏറ്റവും ഇത്തരത്തിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തരത്തിലുള്ള സ്വർണ്ണ കടത്തുകളും അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചകളും ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മുൻ കേസുകളെല്ലാം അന്വേഷിച്ച് കഴിവ് തെളിയിച്ച പ്രഗത്ഭരായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥരെ തന്നെ ഈ കേസിലേക്ക് നിയമിക്കുമെന്നാണ് കരുതുന്നത്. അത് അഡീഷണൽ ഡയറക്ടറാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. അത്തരത്തിലുള്ള സംഘം രൂപീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും അടുത്ത ഘട്ടം. ഏതായാലും ED ഈ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് കേസെടുക്കുന്നതടക്കമുള്ള നടപടിക്ക് തൊട്ടരികിലാണ് നിൽക്കുന്നത്. BJP അടക്കമുള്ള കക്ഷികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ ഉണ്ടാകണം എന്നുള്ളത്. ആ ഒരു ആവശ്യം അതിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഒപ്പം തന്നെ മുൻ അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ അടക്കം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് EDയുടെ അന്വേഷണം അല്ലെങ്കിൽ SITയുടെ അന്വേഷണം, EDയുടെ അന്വേഷണമല്ല, SITയുടെ അന്വേഷണം ഒരു തരത്തിലും കാര്യക്ഷമമല്ല. അത് പല ഘട്ടത്തിലും പലയിടങ്ങളിലും തട്ടി മുന്നോട്ട് പോകാതെ അവിടെ സ്റ്റക്ക് ഔൺ ആയി നിൽക്കുകയാണ്. വിശാലമായിട്ടുള്ള അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെ ആവശ്യമാണ് എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ്. ഈ ഒരു ആവശ്യം കൂടി അത് പരിഗണിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു ED ECIRന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ച ആദ്യം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.